ഹലോ ഫ്രണ്ട്സ്, വെറുതെ ഇരിക്കുകയാണ്. ചിന്തിക്കാനും സംസാരിക്കാനും എല്ലാം ധാരാളം സമയം. ഓക്കെ, ഒരു വീട്ടമ്മയെ പരിചയപ്പെടാനിടയായി. അവർക്ക് 2 മക്കളാണ്. മൂത്ത മകൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നു, മകൾ നഴ്സിംഗ് ചെയ്യുന്നു. ഭർത്താവിന് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ സാമാന്യം നല്ലൊരു ജോലിയുണ്ട്, ഉദ്യോഗസ്ഥനാണ്. ഈ വീട്ടമ്മയ്ക്ക് പ്രത്യേക വരുമാനമുള്ള ജോലികളൊന്നും ഇല്ലെങ്കിലും കൂടെ നല്ല സന്തോഷമായിട്ട് പോകുന്നു. സാമ്പത്തികമായിട്ട് ഭദ്രതയുള്ള ഒരു വീടാണല്ലോ എന്ന് എനിക്ക് തോന്നി. അപ്പോഴാണ് കഥയുടെ മറുവശം അവരെന്നോട് പറഞ്ഞത്. ഇപ്പോൾ കയ്യിൽ പൈസ ഒന്നുമില്ല. അവരുടെ ഭർത്താവിന് കരൾ രോഗമാണ്. ആ കരൾ രോഗം ഇതുപോലെ മൂർധന്യത്തിലെത്താനുള്ള കാരണം തുടർച്ചയായ മദ്യപാനം. ഉദ്യോഗത്തിലിരിക്കുമ്പം സാമാന്യം നല്ല ശമ്പളം ഉണ്ടായിരുന്നു. അന്നേരം കുടിച്ചു, പെൻഷനായ ശേഷവും കുടിച്ചു, കൂട്ടുകാർ കൂടി കുടിച്ചു. എപ്പോഴും ഒരു കരഞ്ഞ് കാല് പിടിച്ച് പറയാറുണ്ടായിരുന്നു, കുടിക്കരുതേ, കുടി നിർത്തണമെന്ന്. അപ്പോഴൊക്കെ അദ്ദേഹം പറയുന്നത്, നിൻ്റെ അപ്പൻ്റെ പണം കൊണ്ടൊന്നും അല്ല ഞാൻ കുടിക്കുന്നത്. നിനക്കാണേലും വേലയും കൂലിയും ഒന്നുമില്ല, എനിക്ക് നല്ല ശമ്പളമുണ്ട്, അതിൻ്റെ ഒരു ഭാഗമല്ലേ ഞാൻ കുടിക്കുന്നുള്ളൂ, ബാക്കിയുള്ളത് ഞാൻ മിച്ചം വയ്ക്കുന്നില്ല കുട്ടികൾക്ക് വേണ്ടിയിട്ട്. പിന്നെ അവരെന്ത് പറയാനാണ്, നിസ്സഹായ. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഭീകരമായ രോഗം വന്നു കഴിഞ്ഞപ്പോൾ ഈ മിച്ചം വച്ച പണവും പിന്നെ വീട്ടിൽ സാധനങ്ങളെല്ലാം വിറ്റ്, ആഭരണങ്ങളെല്ലാം വിറ്റ് എല്ലാം അടിയെത്തി. ഇനി അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ അവർ പിരിവിനിറങ്ങിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു തരം തെണ്ടൽ. ആ സ്ത്രീയെ തെണ്ടിയാക്കിയതും ആ മക്കളുടെ ഭാവി ഇല്ലാതാക്കിയതും എല്ലാം ഈ മദ്യപാനം മൂലമുള്ള ഇറസ്പോൺസിബിളായിട്ടുള്ള ജീവിത രീതിയാണ്. അപ്പോൾ എല്ലാവരും പറയാറുണ്ട്, ഞാൻ ശമ്പളം ഉണ്ടാക്കുന്നുണ്ട്, എനിക്ക് വരുമാനമുണ്ട്, ഞാനത് ചിലവാക്കുന്നതിന് എനിക്ക് ആരുടെ അനുവാദം വേണ്ട. പക്ഷേ ദീർഘവീക്ഷണം ഉള്ള ഒരാൾ അതുപോലെയുള്ള ഫൂളിഷായിട്ടുള്ള ചിന്തയിലേക്ക് കടക്കുകയില്ല. അങ്ങനെ കടക്കാതിരുന്ന അയാൾക്ക് നല്ലത്, അയാളുടെ കുടുംബത്തിനും നല്ലത്. ശരി, നമുക്ക് പിന്നെ കാണാം. താങ്ക് യു വെരി മച്ച്.